ഇനി അടുത്ത് എഴുതാം. ഞാൻ ആദ്യം മൊത്തം സ്റ്റാറ്റിക് പറഞ്ഞു വെച്ചിട്ട് കറണ്ട് എന്നുള്ള രീതിയിൽ പോകുന്നില്ല, കാരണം അതൊരു സുഖമുള്ള പരിപാടിയല്ല. കാരണം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അങ്ങനെയല്ല ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒരു സ്റ്റാറ്റിക് പോർഷൻ അവർ ചൂസ് ചെയ്യും, എന്നിട്ട് അതുമായി റിലേറ്റ് ചെയ്ത കറണ്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കറണ്ട് വെച്ചിട്ടാണ് പോകുന്നത്. അതിനകത്ത് ആവശ്യമുള്ള സ്റ്റാറ്റിക് പറയുന്നതാണ്. അവസാനം എന്നിട്ട് എന്തെങ്കിലും കവർ ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ കവർ ചെയ്യാം. ഏത് ആശ്രമമാണ്? ആശ്രം DRDOയുടെ ഓൺ പ്രൊജക്റ്റാണ്. ഇനി സ്ട്രം അട്ടാക്ക, ഈ പേര് കേട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് അറ്റാക്ക് എന്നുള്ള ജാപ്പാനീസ് വേർഡ് എന്നാണ് അറ്റാക്ക എന്ന് വന്നത്. സ്ട്രം എന്ന് വെച്ചാൽ ടാങ്കിനാണ് സാർ നമ്മൾ സ്ട്രം എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് എൻ ആന്റി ടാങ്ക് മിസൈൽ. ആന്റി ടാങ്ക് മിസൈൽ. ഇത് ആരെടുന്നാണ് വാങ്ങിക്കുന്നത്? നമ്മളിപ്പോൾ അടുത്തൊരു കോൺട്രാക്ട് ആയിരുന്നു, 2 മാസം മുന്നേ ന്യൂസിലുണ്ടായിരുന്നു. ഇന്ത്യ 200 crores ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. റഷ്യയുടെ കയ്യിൽ നിന്നും ടാങ്കുകൾ വാങ്ങിക്കാനാണ്. 200 crores വർത്ത് ടാങ്ക്സ് ഫ്രം റഷ്യ. 200 crores എത്ര ടാങ്ക് കിട്ടുമായിരിക്കും? കറക്റ്റ് നമ്പർ അറിയില്ല, 2 or 3 എണ്ണം. ഇത്ര എക്സ്പെൻസീവാണ് ടാങ്ക്. അപ്പം ദിസ് ഇസ് സ്ട്രം അറ്റാക്ക ഈസ് ബേസിക്കലി ടാങ്കിൽ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന, ആൻറ്റി ടാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതർ വെഹിക്കിളിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ആൻറ്റി ടാങ്ക്, അത് ടാങ്കിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന മിസൈൽസ് ആണ്. ഇത് ന്യൂസിൽ വന്ന, പക്ഷേ ഇതിനു വേണ്ടിയല്ല. ഇതിനെപ്പറ്റി ഇത്രേ അറിഞ്ഞാൽ നിങ്ങൾ സ്ട്രം അറ്റാക്ക എന്ന് പറഞ്ഞാൽ ആൻറ്റി ടാങ്ക് ആണ്, ഇന്ത്യ റഷ്യ പ്രൊജക്റ്റ് ആണ്, ഇതുവരെ ആയിട്ടില്ല, വാങ്ങാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ന്യൂസ് വന്നാൽ അതിനെ ആയിരുന്നില്ല. എന്തിനായിരുന്നു ഓർമ്മ ഉണ്ടാവും? ഇറ്റ് വാസ് ഫോർ എമർജൻസി ഫണ്ട് പ്രൊവിഷൻ ഫോർ ഫോഴ്സസ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് പോളിറ്റി ഒക്കെ എടുത്തോ? ഇന്ത്യൻ പോളിറ്റി എടുത്തോ? അതിനകത്ത് നാഷണൽ എമർജൻസി പ്രൊവിഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടോ? പ്രസിഡന്റിൻ്റെ ഒക്കെ. അതുപോലെ നമ്മുടെ ഫോഴ്സുകൾക്ക് 3 ഫോഴ്സസ്, ആർമി, എയർഫോഴ്സ്, നേവി, ഈ 3നും ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ട്. അണ്ടർ എമർജൻസി, ഇപ്പോൾ വാർ പോലുള്ള എമർജൻസി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫണ്ട് കിട്ടാൻ വേണ്ടി അടുത്ത ബഡ്ജറ്റ് വരെ കാത്തു വെക്കാൻ പറ്റുമോ? യൂഷ്വലി ഫണ്ട് കിട്ടുന്ന എവിടെ നിന്നാണ്? ലാസ്റ്റ് ഇയർ പറഞ്ഞ് ബഡ്ജറ്റ് എന്നൊരു എമൗണ്ട് ഉണ്ടാവും, അത് കയ്യിലേക്ക് വരണമെങ്കിൽ ഒരു ഡിലേ ഉണ്ട്. അപ്പോൾ ഇൻ ദ ഇവന്റ് ഓഫ് എൻ എമർജൻസി ഫോഴ്സ് ക്യാൻ മേക്ക് എ പർച്ചേസ് അപ് ടു 300 crores വിത്തിൻ എ പീരീഡ് ഓഫ് 3 months. അതായത് 3 മാസം കൊണ്ട് തന്നെ ഒരു എമർജൻസി പർച്ചേസ് നടത്താം, 300 കോടി വരെയുള്ളത്. ഇത് ഓരോ സിംഗിൾ കേസിലും, അതായത് ടോട്ടൽ 3 കോടി അല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ചൈന ഇന്ത്യ വാർ നടക്കുകയാണെങ്കിൽ അവിടെ എയർഫോഴ്സിന് 300 യൂസ് ചെയ്യാം, നേവിക്ക് എയർഫോഴ്സ് യൂസ് ചെയ്യാം, പിന്നെ വേണമെങ്കിൽ പിന്നെയും എയർഫോഴ്സിന് 300 യൂസ് ചെയ്യാം. പെർ കേസ് ദേ ക്യാൻ യൂസ് അപ് ടു 300 crores വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് 3 months. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ അധികം യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഈ പർച്ചേസിന് ഈ എമർജൻസി പ്രൊവിഷനാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ആ എമർജൻസി പ്രൊവിഷൻ യൂസ് ചെയ്തതിൻ്റെയാണ് ന്യൂസ് വന്നത്. അപ്പോൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ, എമർജൻസി പവർ പ്രൊവിഷൻ. അങ്ങനെ എഴുതാം, എമർജൻസി ടു 3 ഫോഴ്സസ് can make them competent enough to buy 300 crores worth equipments within 3 months period. Within 3 months period. എഴുതിയോ? അപ്പോൾ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി പ്രൊവിഷൻ എന്താണെന്നല്ലേ. നെക്സ്റ്റ് വൺ എഴുതാം, എയർക്രാഫ്റ്റ് തേജസ്. കേട്ടിട്ടുണ്ടോ? തേജസ് എയർക്രാഫ്റ്റ് ഇപ്പോൾ അടുത്ത് ന്യൂസിലുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. എന്തിനാ ന്യൂസിൽ വന്നത്? വേറൊരു കാര്യമായിട്ടാണ്. തേജസിന്റെ പ്രത്യേകത എന്താ? തേജസ് ഇപ്പോൾ ഇന്ത്യ ലെവൽ യൂസ് ചെയ്യുന്ന ലൈറ്റ് കോമ്പാറ്റ് വെഹിക്കിളാണ്. എന്താ ലൈറ്റ് കോമ്പാറ്റ് അറ്റാക്കർ?
എന്ന് വെച്ചാൽ വെയിറ്റ് ഭയങ്കര കുറവാണ്, സിംഗിൾ സീറ്ററാണ്, സിംഗിൾ എഞ്ചിനാണ്. സാധാരണ നമ്മൾ കാണുന്ന എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റിനൊക്കെ ഒരു എഞ്ചിനാണോ 2 എഞ്ചിനാണോ? 2 എഞ്ചിൻ ഉണ്ടാവും, ബാക്കപ്പ് ഉണ്ടാവും. ഇത് സിംഗിൾ എഞ്ചിൻ, വെയിറ്റ് കുറഞ്ഞ സാധനം. ലോ കോമ്പാറ്റ് എന്ന് വെച്ചാൽ ലൈറ്റ് കോമ്പാറ്റ്, ലോ അല്ല, ലൈറ്റ് കോമ്പാറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും LMV. എന്താ LMV? ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണ്. അതായത് വണ്ടിയാണെങ്കിൽ അതിൻ്റെ എഞ്ചിൻ ക്യൂബിക് കപ്പാസിറ്റി അനുസരിച്ചാണ് ലൈറ്റ് ആണോ ഹെവി ആണോ തീരുമാനിക്കുന്നത്. അല്ലാതെ വണ്ടിയുടെ ഭാരം മാത്രമല്ല. ഇതേപോലെ ഈ തേജസ് എയർക്രാഫ്റ്റിനെയും അതിൻ്റെ വെയിറ്റിനനുസരിച്ച് ബാൻഡ് ആക്കിയിട്ട് ലൈറ്റ് കോമ്പാറ്റ് വെഹിക്കിളിൻ്റെ എക്സാമ്പിളാണ് ഇത്. ന്യൂസിൽ വന്നത് നമ്മുടെ രാജ്നാഥ് സിംഗ് ഇത് ഫ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോം മിനിസ്റ്റർ ആയ സമയത്ത്. അപ്പോൾ ആ സമയത്താണ് ന്യൂസിൽ വന്നത്. അപ്പോൾ ആരാ ഡെവലപ്പ് ചെയ്തറിയോ? HAL-ഉം ADA-യും കൂടെയാണ്. HAL ആൻഡ് എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസി ഓഫ് ഇന്ത്യ, ADA ആൻഡ് HAL ടുഗദർ. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു സെൻറ്റൻസ് എഴുതിക്കോ. ഇറ്റ്സ് ആൻ ഇൻഡിജിനസ് സിംഗിൾ സീറ്റർ സൂപ്പർസോണിക് സിംഗിൾ എഞ്ചിൻ ലൈറ്റ് ഫൈറ്റർ. എൻ്റെ തുടക്കത്തിൽ ഞാൻ ഒരു ടേം പറഞ്ഞു, ഇൻഡിജീനസ്. എനിക്ക് ഒരുപാട് സ്ഥലത്ത് ആവശ്യമാണ്. എന്താ ഇൻഡിജീനസ് എന്ന് പറഞ്ഞാൽ 2 സ്ഥലത്ത് വരുന്നുണ്ട്. ഒന്ന് ടെക്നോളജിയിലും വരുന്നുണ്ട്, ഒന്ന് എൻവയോൺമെന്റിലും വരുന്നുണ്ട്. രണ്ടിനും മീനിങ് സെയിം ആണ്, പക്ഷെ 2 കോണ്ടെക്സ്റ്റ് ആണെന്നേ ഉള്ളൂ. എന്താ ഇൻഡിജീനസ് ടെക്നോളജി എന്ന് വെച്ചാൽ? നമ്മുടെ സ്കിൽ ഇന്ത്യ മിഷനൊക്കെ വഴി എന്താ യൂസ് ചെയ്യുക, എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്നേറ്റ് സ്കിൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്നേറ്റ് ടെക്നോളജി ഡെവലപ്മെന്റ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഇൻഡിജീനസ് വെച്ചാൽ ഒന്നുമില്ല, ടെക്നോളജി ഇന്ത്യയിലാണ്. ഇപ്പം നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്ന മിക്കവാറും സാധനങ്ങളും പുറത്തുനിന്നുള്ള ടെക്നോളജിയാണ്. ഇപ്പോൾ ഈവൻ നമ്മുടെ PSLV ടെക്നോളജി പോലും നമ്മളുടെ അല്ല, അത് നമ്മൾ പർച്ചേസ് ചെയ്തതാണ് ആ ടെക്നോളജി, എന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ടെക്നോളജി പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഡ്രോബാക്ക് എന്താ? അപ്പം നമ്മളിപ്പോൾ ബ്രഹ്മോസ് മിസൈൽ റഷ്യയുടെ അടുത്ത് വാങ്ങി യൂസ് ചെയ്യുന്നത്. നാളെ ഇന്ത്യ റഷ്യ തമ്മിലൊരു വാർ ഉണ്ടാകുമ്പോൾ ഈ ബ്രഹ്മോസ് യൂസ് ചെയ്യാൻ പറ്റുമോ? റഷ്യക്ക് അറിയില്ല ഇന്ത്യയുടെ കയ്യിൽ എന്താണ് സ്ട്രെങ്ത്, ബ്രഹ്മോസിൻ്റെ ടെക്നോളജി എന്താണ്, അതിനെങ്ങനെ ഓവർകം ചെയ്യുന്നത് അവർക്കും അറിയാം. അപ്പോൾ ഇൻഡിജിനസ് ടെക്നോളജി ആകുമ്പോൾ ഗുണം എന്താ? അതിൻ്റെ ബ്ലൂ പ്രിന്റ് നമ്മളിലാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു അപ്പർ ഹെഡ് ഉണ്ട്. ഇപ്പോൾ US ഒക്കെ ഇത്രയും വലിയൊരു ഇന്റർനാഷണൽ ഫോഴ്സ് ആവാനുള്ള കാരണം ഒരു മോർ ദാൻ 150 കൺട്രീസും പർച്ചേസ് ചെയ്യുന്ന വെപ്പൺസ് ആർ ബേസ്ഡ് ഓൺ US ടെക്നോളജിയാണ്. അപ്പോൾ അവരുടെ കയ്യിലാണ് ആ ബ്ലൂ പ്രിന്റ് ഇരിക്കുന്നത്. അപ്പോൾ അവർ നോക്കിയാൽ മാത്രമേ വാർ ഹെഡ് കിട്ടൂ നമുക്ക്. ഇപ്പോൾ ഇൻഡിജീനസ് ആകുമ്പോൾ നമുക്ക് അത് ഓവർകം ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ HAL-ൻ്റെയും DRDO-യുടെയും പ്രൊജക്റ്റ് എല്ലാം ഇൻഡിജീനസ് ഡെവലപ്മെന്റിലാണ്. അപ്പോൾ ഇൻഡിജീനസ് ആയ സാധനങ്ങൾ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാനും സാധ്യത കൂടുതലാണ്. എയർക്രാഫ്റ്റ് തേജസ് ഇൻഡിജീനസിന്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ എഴുതാ, ക്വിക്ക് റിയാക്ഷൻ സർഫസ് എയർ മിസൈൽ. എന്താ ക്വിക്ക് റിയാക്ഷൻ സർഫസ് എയർ മിസൈൽ? സാധാരണ മിസൈൽ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? ഒന്നുകിൽ വേറൊരു കൺട്രീനെ ബ്ലാസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തെ പ്രീ ഓക്യുപ്പൈഡ് ആയ ടാർഗറ്റ് ഇല്ലാണ്ടാക്കാനോ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. ഇതല്ലാണ്ട് മിസൈലിന് വേറൊരു യൂസും കൂടെ എന്താ? നമ്മളെ എയർ ടെറിട്ടറിയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം പെട്ടെന്ന് വരികയാണ്. ഒരു ഫോറിൻ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഡ്രോൺ, ഇങ്ങനത്തെ സാധനത്തിനൊക്കെ ഷൂട്ട് ഔട്ട് ചെയ്യാൻ നമുക്ക് മിസൈലുകളെ യൂസ് ചെയ്യാം. അല്ല, പ്രധാനമായിട്ടും എയർക്രാഫ്റ്റുകളെ. അപ്പോൾ എയർക്രാഫ്റ്റിനെ ഷൂട്ട് ഔട്ട് ചെയ്യാൻ നമുക്ക് അധിക സമയം കിട്ടുമോ? എത്ര സമയം കിട്ടും? വളരെ ചുരുങ്ങിയ സമയം കിട്ടും. എവിടെ അറിയോ? ഇന്ത്യയുടെ ലാൻഡ് ബൗണ്ടറിയിൽ. കാരണം ഇവിടെ നമ്മളെ എയർ ബൗണ്ടറിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ബൗണ്ടറിക്കകത്ത് കയറിയാലേ നമ്മുടെ റഡാറിന് എന്തെങ്കിലും സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റഡാർ സെൻസ് ചെയ്യുമ്പോഴത്തേക്ക് എയർക്രാഫ്റ്റ് വളരെ ലോ ലെവലിലാണ് ഫ്ലൈ ചെയ്യുന്നെങ്കിലോ റഡാറിൻ്റെ ഒരു പോരായ്മ എന്താ? അത് ഗ്രൗണ്ട് ലെവലിനോട് ചേർന്ന് കിടക്കുന്ന സാധനങ്ങളെ പലപ്പോഴും മിസ് ഔട്ട് ചെയ്യും. അപ്പോൾ ഭയങ്കര ലോ ഫ്ലൈയിങ് ആയ 25 കിലോമീറ്ററിനൊക്കെ താഴെ ഒരു ഒബ്ജക്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ട് വന്നാൽ നമ്മൾ പെട്ടെന്നായിരിക്കും അതിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ക്വിക്ക് ഫയറിംഗ് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്വിക്ക് ഫയറിംഗ് റിക്വയർമെൻ്റ് ഉള്ള സ്ഥലത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയ മിസൈലാണ് ക്വിക്ക് റെസ്പോൺസ് മിസൈലുകൾ. ഇതിൻ്റെ റേഞ്ച് പൊതുവെ ഒരു 25 കിലോമീറ്ററിന് താഴെ ആയിരിക്കും. ഇനി ഈ ക്വിക്ക് ഫയർ സാധനങ്ങൾ എന്തുകൊണ്ടാണ് റഡാർ മിസ്? ഞാൻ റഡാർ പറയാൻ പറ്റുമോ അതിനിടയിൽ? എന്താ റഡാർ? വാട്ട് ഈസ് റഡാർ? പേരെവിടുന്നാ വന്നേ? റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് റഡാർ എന്നുള്ള പേര് വന്നത്. റേഡിയോ വേവ്സ് എന്ന് വെച്ചാൽ വിസിബിൾ ആണോ?
അല്ല, നമ്മൾ ഈ സാധാരണ FM-നും അല്ലെങ്കിൽ AM-നും ഒക്കെ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന അതേ ടൈപ്പ് ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ, പക്ഷെ അതിൻ്റെ കുറച്ച് കൂടിയ ഫ്രീക്വൻസി, വേറെ മറ്റാർക്കും ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത ഫ്രീക്വൻസി നമ്മൾ ഒരു ട്രാൻസ്പോണ്ടറിനകത്ത് നിന്ന് ഇതിനെ റിലീസ് ചെയ്യും. എന്നിട്ട് ഇതൊരു ഒബ്ജക്റ്റ് പോയി ഹിറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന റിഫ്ലക്ഷനെയും കൂടെ അസസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ ലാബ് കണ്ടീഷനിൽ നമ്മൾ പല ഫ്രീക്വൻസിൻ്റെയും പല ഒബ്ജക്റ്റിലെയും പോയി തട്ടിയിട്ടുള്ള റിഫ്ലക്ഷനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്, നമുക്കൊരു ഡാറ്റാബേസ് ഉണ്ട്, റിഫ്ലക്ഷനിൽ വരുന്ന ഇത്ര ചേഞ്ച്. ഡോപ്ലർ എഫക്റ്റ് കേട്ടിട്ടുണ്ടോ? എന്താ ഡോപ്ലർ എഫക്റ്റ്? മൂവിങ് ആയ ഒബ്ജക്റ്റ് സൗണ്ടിൽ ഉണ്ടാക്കുന്ന വേരിയേഷൻസ് ഡോപ്ലർ എഫക്റ്റ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ആംബുലൻസ് വരികയാണ്, ആംബുലൻസിൻ്റെ സൗണ്ട് നമുക്ക് വരുമ്പോൾ ഇങ്ങനെ മാറി മാറി വരുന്ന പോലെ തോന്നും. അത് ഡോപ്ലർ എഫക്റ്റ് കൊണ്ടാണ്. അപ്പോൾ ഈ ഡോപ്ലർ എഫക്റ്റ് ആണ് ബേസിക്കലി റഡാർ യൂസ് ചെയ്യുന്നത്. ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, സയൻസ് ആയതുകൊണ്ട്. അപ്പം ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ക്വിക്ക് റെസ്പോൺസ് മിസൈലും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ക്വിക്ക് റിയാക്ഷൻ സർഫസ് എയർ മിസൈൽ ആരാ ചെയ്ത അറിയോ? ഇത് ന്യൂസിൽ വന്നാൽ ഇതിൻ്റെ ടെസ്റ്റ് ഫയറിംഗ് ആണ്. DRDO റീസെൻ്റ്ലി ടെസ്റ്റ് ഫയർഡ് ക്വിക്ക് റിയാക്ഷൻ സർഫസ് എയർ മിസൈൽ. ഇത് ഇറ്റ് യൂസസ് എ സോളിഡ് ഫ്യൂവൽ പ്രൊപ്പലന്റ്. സോളിഡ് ഫ്യൂവൽ പ്രൊപ്പലന്റ് ആണ് യൂസ് ചെയ്യുന്നത്. വൈ സോളിഡ് ഫ്യൂവൽ പ്രൊപ്പലന്റ്? ഇപ്പോൾ ഞാൻ തന്നെ പല സ്ഥലത്തും പറഞ്ഞു ഇവിടെ സോളിഡ് ആണ്, ലിക്വിഡ് ആണ്. എന്താണ് സോളിഡ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്, ലിക്വിഡ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? പിന്നെ വേറെ ടൈപ്പും കൂടെ ഉണ്ട്, ക്രയോജനിക് ഫ്യൂവൽ. 3 ടൈപ്പ് ഫ്യൂവലാണ് നമ്മൾ സാറിന് യൂസ് ചെയ്യുന്നത്. എന്താണ് ഈ സോളിഡ് ഫ്യൂവൽ എവിടെയാണ് യൂസ് ചെയ്യാൻ എളുപ്പം? നിങ്ങൾ സ്ട്രാപ്പ് ഓൺ ടെക്നോളജി എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ റോക്കറ്റിൻ്റെ ലോഞ്ചിങ് പാഡിൽ റോക്കറ്റ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇതിൽ ആക്ച്വലി ഏതാ റോക്കറ്റ്? ഇവിടെയൊക്കെ ഇങ്ങനെ അതിൻ്റെ ത്രസ്റ്റേഴ്സും ഉണ്ടാവും. ഇതിൽ റോക്കറ്റ് എവിടെയാണ് കിടക്കുന്നത്? ആക്ച്വൽ സാറ്റലൈറ്റ് എവിടെയാണ് കിടക്കുന്നത്? അതിൻ്റെ ഏറ്റവും ടോപ്പിലായിരിക്കും. അതായത് ഏറ്റവും മുകളിലത്തെ ലെയർ എത്തുമ്പോൾ ഈ അപ്പർ ലെയർ മാത്രമേ ബാക്കി ഉണ്ടാവും. ഇതൊക്കെ കമ്പസ്റ്റൻ ചെയ്ത് തീരും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലെവൽ ഓഫ് കമ്പസ്റ്റൻ ആവശ്യമായ സാധനങ്ങളാണ് ഈ റോൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് മിക്കവാറും സോളിഡ് ഫ്യൂവൽ ആയിരിക്കും. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രാപ്പ് ഓൺ എന്ന് പറയുന്ന ടെക്നോളജിയാണ്. എന്താ സ്ട്രാപ്പ് ഓൺ? നിങ്ങൾ ക്രിക്കറ്റിൻ്റെ പാഡ് കണ്ടിട്ടുണ്ടോ? അതെങ്ങനെയാണ് കെട്ടുന്നത്? അത് കയറുകൊണ്ട് കെട്ടുന്നതാണോ? ഇങ്ങനെ റാപ്പാണ്, ഒട്ടിച്ചിട്ട് ഇങ്ങനെ ബാഗിൻ്റെ ഒക്കെ ചില ഇതുണ്ടാവില്ല, അതുപോലെ ഒട്ടിക്കുകയാണ്. അപ്പോൾ റോക്കറ്റ് ആക്ച്വലി ഇങ്ങനെയാണ് ഷേപ്പ്. ഈ റോക്കറ്റിൻ്റെ അകത്ത് നമ്മൾ റാപ്പ് ചെയ്ത് വെക്കുകയാണ് എന്ത്? സോളിഡ് ഫ്യൂവലിനെ. കണ്ടില്ലേ 4 സൈഡും ഇങ്ങനെ? അതാണ് സോളിഡ് പ്രൊപ്പലന്റ്. എന്തുകൊണ്ടാണ് ഈ സോളിഡ് പ്രൊപ്പലന്റ് ഏറ്റവും ആദ്യത്തെ സ്റ്റേജിൽ യൂസ് ചെയ്യാൻ കാരണം? ബിക്കോസ് സോളിഡ് പ്രൊപ്പലന്റ് ഭയങ്കര ഹെവിയാണ്, ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഭയങ്കര ഹെവിയുമാണ്. കമ്പയർഡ് ടു ലിക്വിഡ് ആൻഡ് ക്രയോജനിക് ഫ്യൂവൽ, സോളിഡ് ഫ്യൂവൽ ഈസ് ലെസർ ഇൻ എക്സ്പെൻസ് ആൻഡ് ഹയർ ഇൻ വെയിറ്റ്. ഇപ്പോൾ ഹയർ വെയിറ്റ് ഉള്ള സാധനത്തിൻ്റെ മുകളിലത്തെ സ്റ്റേജിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അത് മണ്ടത്തരാണ്. കാരണം ആ വെയിറ്റിനെ അവിടം വരെ എത്തിക്കാൻ അപ്പോൾ കൂടുതൽ ഫ്യൂവൽ ആദ്യം യൂസ് ചെയ്തു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യുന്നു? ഏറ്റവും വെയിറ്റ് കൂടിയ സാധനത്തിന് ആദ്യം യൂസ് ചെയ്യുക. കാരണം ലോഞ്ച് പാഡിൽ നിൽക്കുന്ന റോക്കറ്റിൻ്റെ സോളിഡ് ഈ വെയിറ്റിനെ താങ്ങാൻ വേണ്ടി ലോഞ്ച് പാഡ് ഉണ്ട്. റോക്കറ്റിന് താങ്ങേണ്ടി വരുന്നില്ല ആ വെയിറ്റ്. കത്തുമ്പോൾ തന്നെ ആദ്യത്തെ ത്രസ്റ്റിൽ തന്നെ ഇതിൻ്റെ പകുതിയോളം കത്തിത്തീരും ഇത് എർത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ. പിന്നെ ആസ് ഇറ്റ് ഗോ ഹൈ ഫ്യൂവൽ റിക്വയർമെൻറ്റ് ഈസ് ലെസർ. കാരണം ഗ്രാവിറ്റി കുറഞ്ഞ് വരികയാണ്. അപ്പം അത് മാത്രമല്ല, സോളിഡ് ഫ്യൂവലിനെ കീപ്പ് ചെയ്യാൻ വലിയ ടെക്നോളജി ഒന്നും ആവശ്യമില്ല. കാരണം അതിന് ജസ്റ്റ് ഒരു പൗച്ചിലേക്ക് തെങ്ങിനകത്ത് നമുക്ക് കൺട്രോൾഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ലിക്വിഡും ക്രയോവും ആണെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ് ഫ്യൂവലിനെ കീപ്പപ്പ് ചെയ്യാനും അത് സേഫായിട്ട് യൂസ് ചെയ്യാനും ടെക്നോളജി ഭയങ്കര കൂടുതൽ വേണം. അപ്പോൾ എക്സ്പെൻസീവ് അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ക്വിക്ക് റെസ്പോൺസ് സാധനത്തിനകത്തൊക്കെ നമ്മൾ സോളിഡ് ഫ്യൂവലാണ് യൂസ് ചെയ്യുന്നത്. അതിനെ കൂടെ എഴുതി വെക്കാം. ഇത് ഇറ്റ് ക്യാൻ റൊട്ടേറ്റ് 360 degrees ഡ്യൂറിങ് ദ കോഴ്സ്. അതായത് നമ്മൾ ക്വിക്ക് റെസ്പോൺസ് സാധനം റിലീസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പാത്തിൽ വേണമെങ്കിൽ അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും തിരിച്ചു വരാൻ പറ്റും ചേസ് ചെയ്തിട്ട്. ഇറ്റ് ഹാസ് ലോ ഫൈറ്റിംഗ് കപ്പാസിറ്റി, അതായത് ലോ റേഞ്ചിലുള്ള ഫൈറ്റിംഗ് കപ്പാസിറ്റി ആണ്, ലോ ഫൈറ്റിംഗ് കപ്പാസിറ്റി. ആൻഡ് ക്യാൻ ഹിറ്റ് മൾട്ടിപ്പിൾ ടാർഗറ്റ്സ്, അതായത് ഒറ്റ ലോഞ്ചിൽ തന്നെ മൾട്ടിപ്പിൾ ടാർഗറ്റ്സിന് ഹിറ്റ് ചെയ്യാൻ പറ്റും അതിന് ബ്ലാസ്റ്റ് ചെയ്തിട്ട്. ഇനി ന്യൂസിൽ ഇത് വരാൻ കാരണം ഇതൊന്നുമല്ല. ടെസ്റ്റ് ഫയർ ചെയ്തപ്പോൾ ന്യൂസിൽ വരാനുള്ള കാരണം വേറൊന്നാണ്. എന്താ? ഇത് ഇന്ത്യയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് വരുന്നത്. ഏതറിയോ? ആകാശാണ്. ദിസ് ഇസ് ടു റീപ്ലേസ് ആകാശ് മിസൈൽ സിസ്റ്റം.
ആകാശ് ഇപ്പം നിലവിൽ നമ്മൾ ലോ റേഞ്ച് മിസൈലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് റീപ്ലേസ്ഡ് ആവാൻ വേണ്ടിയാണ് ഈ സാധനം ഇറക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് നാഗ് മിസൈൽ, NAG. ഇത് ന്യൂസിൽ വന്നത് നാഗായിട്ടല്ല, ന്യൂസിൽ ഈ വേർഡാണ് വന്നത്, ഹെലീന. കേട്ടിട്ടുണ്ടോ ഹെലീന? എന്താണ്? ഇന്ത്യ ഹെലികോപ്റ്ററിന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന നാഗ് മിസൈലിന്റെ 3rd ജനറേഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ 3rd ജനറേഷൻ ഇട്ട പേരാണ് ഹെലീന. മിസൈൽ നാഗ് തന്നെയാണ്, അപ്പം അതിന്റെ ഹെലികോപ്റ്റർ ലോഞ്ചബിൾ വേർഷന്റെ പേരാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ചോദിക്കാൻ ഇച്ചിരി സാധ്യത കൂടുതലുണ്ട്, കാരണം ഒരു മോഡിഫിക്കേഷൻ ആണ്. ഈ നാഗ് മിസൈലിനെ പറ്റി അറിയോ? നാഗ് മിസൈൽ ഈസ് എ 3rd ജനറേഷൻ ഫയർ ആൻഡ് ഫോർഗെറ്റ് ടൈപ്പ് മിസൈൽ. 3rd ജനറേഷൻ ഫയർ ആൻഡ് ഫോർഗെറ്റ് ടൈപ്പ് മിസൈൽ. ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന നാഗ് മിസൈൽ? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി. അറിയോ? നാഗ് ഈസ് എൻ ആന്റി ടാങ്ക് മിസൈൽ. നമ്മൾ ഇൻഡിജിനസ് ആയിട്ട് ചെയ്തതാണ്, ആന്റി ടാങ്ക് മിസൈലാണ്. ഇത് ആരാ ഡെവലപ്പ് ചെയ്യുന്നത്? നാഗ് മിസൈൽസ് അറിയോ? ഹെലീനയും നാഗൊക്കെ DRDO ആണ്. ബീങ് ഡെവലപ്ഡ് ബൈ DRDO. ഇറ്റ്സ് റേഞ്ച് ഈസ് 500 meter to 4 kilometer. ഷോർട്ട് റേഞ്ച് ആണ്. 500 meters to 4 kilometer. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ്, നിങ്ങൾ ഈ സാധനം കേട്ടിട്ടുണ്ടോ? IGMDP. This is a government program for creating more missile systems and more defense systems. അതിന്റെ പേര് ഇന്റഗ്രേറ്റഡ് എഴുതി വെക്കാം, ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. DRDO ഈ പ്രൊജക്റ്റിന് കീഴിലാണ് ഈ സംഭവം ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഒരു കാര്യം നോട്ട് ചെയ്ത് വെക്കേണ്ടത്, IGMDPക്ക് കീഴിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള മറ്റ് മിസൈലുകളും ഉണ്ട് ഇതിന് മുന്നേ. അതും കൂടെ ഒന്ന് എഴുതി വെക്കുക ഏതൊക്കെയാണെന്നുള്ളത്. അണ്ടർ IGMDP അഗ്നി, ആകാശ്, പൃഥ്വി, ത്രിശൂൽ ആൻഡ് നാഗ് മിസൈൽ. അയ്യോ, നിങ്ങൾക്ക് ഇത് മനസ്സിലാവാത്തതെന്ന് കുഴപ്പമുണ്ടെങ്കിൽ പറയാം. ഇതിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സ്റ്റാറ്റിക്കാണ്. ഇതിപ്പോൾ ആക്ച്വലി നിങ്ങൾക്കും ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പോകാവുന്നേ ഉള്ളൂ. പക്ഷേ പോകുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാം ഒരേപോലെ തോന്നും. കാരണം നമുക്ക് തോന്നും ഇത് മിസൈലുകൾ തമ്മിൽ വ്യത്യാസമില്ല, ഓർമ്മിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഡിസ്റ്റിങ്ക്യൂഷിംഗ് ആയ എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് ഉണ്ടാവും. ഈ സബ്ജക്റ്റ് എങ്ങനെയാണ് പഠിക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണത്. ഇപ്പോൾ ഞാൻ വായിക്കുമ്പോൾ കണ്ടുപിടിച്ച സാധനമാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ആക്ച്വലി ഇതിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഹെലീനെ പറ്റി മാത്രം പഠിക്കുന്നതാണെങ്കിൽ അത് തന്നെ ഉണ്ടാവും 2 പാരഗ്രാഫ്. പക്ഷേ ആ പഠിത്തം നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഒബ്ജക്റ്റ് എന്താണ്? മിസൈൽ സിസ്റ്റത്തിനെ പറ്റി ഡോക്ടറേറ്റ് എടുക്കാനല്ലോ, നമ്മൾ ക്വസ്റ്റ്യൻ സോൾവിംഗ് ആണ്. അപ്പം അറ്റ്ലീസ്റ്റ് 2 or 3 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനെങ്കിലും പറ്റണം. അപ്പോൾ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഡിസ്റ്റിങ്ക്യൂഷിംഗ് ഫാക്ടേഴ്സ് വേണം. അല്ലാതെ നാഗിനും ആകാശിനും കോമൺ ആയിട്ടുള്ള 10 സാധനങ്ങൾ നിങ്ങൾ പഠിക്കണ്ട. അതിന് തമ്മിൽ വേർതിരിക്കുന്ന സാധനം എന്താണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ കിട്ടിയ വേർതിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ ചെയ്ത് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ഓർമ്മിക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വൺ ഇതാ വരുണാസ്ത്ര. കേട്ടിട്ടുണ്ടോ? വരുണാസ്ത്ര ഇത് ന്യൂസിലുണ്ടായിരുന്ന ഒരു ഡിസംബർ ജാനുവരി ആ സമയത്ത് ന്യൂസിലുണ്ടായിരുന്നു. എന്താ വരുണാസ്ത്ര? എന്ത് ടൈപ്പ് വെപ്പണ അറിയോ? വരുണൻ എന്തിൻ്റെ പ്രതീകമാണ്? സീ ആണ്. അപ്പോൾ ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ഓഷ്യൻ. അസ്ത്രം മീൻസ് ആയുധമാണ്. അപ്പോൾ ബേസിക്കലി നെയിമിൽ തന്നെ ഉണ്ട്, ഇത് ടോർപിഡോ ആണ്. അതായത് വാട്ടർ ലോഞ്ചബിൾ മിസൈൽ പോലത്തെ ടോർപിഡോ ആണ്. ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. വരുണാസ്ത്ര ഈസ് എ അഡ്വാൻസ്ഡ് ഹെവി വെയ്റ്റ് ആൻറ്റി സബ്മറൈൻ ടോർപിഡോ. അഡ്വാൻസ്ഡ് ഹെവി വെയ്റ്റ് ആൻറ്റി സബ്മറൈൻ ടോർപിഡോ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ
ടോർപിഡോസിന് പൊതുവെ നമ്മൾ ഹെവി വെയിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഹെവി വെയിറ്റ് കാറ്റഗറിയിലാണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ടെറസ്ട്രിയൽ യൂസ് ചെയ്യുന്ന മിസൈലുകളിൽ അധികവും ലൈറ്റും അക്വാറ്റിക് യൂസ് ചെയ്യുന്നത് ഹെവി വെയിറ്റുമാണ്? അതിൻ്റെ കാരണം എന്താ? വെയിറ്റ്. അതായത് ടെറസ്ട്രിയലിൽ എയറിൽ മൂവ് ചെയ്യുമ്പോൾ വെയിറ്റ് ഒരു വലിയ ഫാക്ടറാണ്, വലിയൊരു ഡിറ്റർമൈനിങ് ഫാക്ടറാണ്. അത് അതിൻ്റെ എഫിഷ്യൻസിനെയും ആവശ്യമായ ഫ്യൂവലിനെയും അതിൻ്റെ ആക്യുറസിനെയും ഒക്കെ ബാധിക്കും. പക്ഷെ വാട്ടറിനകത്താകുമ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി പുള്ളും കൊണ്ട് ഉണ്ടാകുന്ന ഒരു വെയിറ്റ് ബാലൻസിങ് ഉണ്ടല്ലേ. വെള്ളത്തിനകത്ത് വെയിറ്റ് തോന്നില്ലല്ലോ. അപ്പോൾ ആ ബാലൻസ് കൊണ്ട് നമുക്ക് ഹെവി വെയിറ്റ് യൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, വെള്ളത്തിനകത്ത് ലോ വെയിറ്റുള്ള സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ബേസിക്കലി ഇത് എന്തിനാണ്? സബ്മറൈൻസിനെ അറ്റാക്ക് ചെയ്യാനാണ്. സബ്മറൈൻസിന്റെ പ്രത്യേകത എന്താ? സ്റ്റീൽ ബോഡി ആയിരിക്കും, ഭയങ്കര ഹെവി മെയ്ഡാണ്. കാരണം എന്താ? അണ്ടർ വാട്ടർ ഒരു 8000 മീറ്റർ ഒക്കെ താഴെ പോകാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിനേക്കാൾ കട്ടിയുള്ള ആനോഡൈസ്ഡ് സ്റ്റീലായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും ഇംഗ്ലീഷ് പഴയ സബ്മറൈൻസിന്റെ മൂവീസ് കണ്ടിട്ട് അറിയാം, അണ്ടർ വാട്ടർ പോകുമ്പോൾ ഇത് ക്രഷ് ആവും, അത്രയും പ്രഷർ ഉണ്ടാവും. ഒരു 6000 മീറ്റർ ഒക്കെ ഡെപ്തിലേക്ക് വരുമ്പോൾ ഭയങ്കര പ്രഷറാവും. അപ്പോൾ ആ പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് ടോർപിഡോന്റെ ഷെല്ല്. ടോർപിഡോന്റെ അല്ല, ഈ ഷിപ്പിന്റെ സബ്മറൈൻ്റെ. അപ്പോൾ അതിനെ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു ലോ വെയിറ്റ് സാധനം കൊണ്ടുപോയാൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതും ഒരു കാരണമാണ്. അപ്പം പൊതുവെ ഹെവി വെയിറ്റ് സാധനങ്ങളാണ്, ടോർപിഡോസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതാരാ ഡെവലപ്പ് ചെയ്തത് അറിയോ? ഇത് നേവിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തത്. ഡെവലപ്ഡ് ബൈ നാഷണൽ സയൻസ് ആൻഡ് ടെക് ലബോറട്ടറി. നാഷണൽ സയൻസ് ആൻഡ് ടെക് ലബോറട്ടറി ഓഫ് DRDO. DRDOന്റെ വിങ് ആണ് നേവിക്ക് വേണ്ടിയുള്ളത്.